നമസ്കാരം. എല്ലാവർക്കും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുദർശനൻ ജ്യോത്സ്യർ, കവലയൂർ. ഞാൻ 1 മുതൽ 6 വരെയുള്ള സംഖ്യകളെ പറ്റിയുള്ള ഭാഗ്യ നമ്പർ ഓരോരുത്തർക്കും വരുന്നത് എങ്ങനെയാണെന്നും അതിനെപ്പറ്റിയുള്ള ഫലങ്ങളുമൊക്കെ ഞാൻ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കുള്ളത് 7, 8 ഈ നമ്പറുകളെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ 7 എന്ന് പറയുന്ന സംഖ്യ ഒരു ഗുപ്തസംഖ്യയാണത്. ഒരു ദൈവികമായ ഒരു സംഖ്യ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ നമ്മൾ നക്ഷത്രങ്ങൾ, നാമാക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന 7 എന്ന സംഖ്യയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ ഫലങ്ങളെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് 7 എന്ന് പറയുന്ന സംഖ്യ വരണമെന്ന് നിങ്ങൾ തീയതിയിലും നമുക്കെടുക്കാം. തീയതി അനുസരിച്ചാണെന്നുണ്ടെങ്കിലും 7, 16, 25 ഈ തീയതികളിലൊക്കെ ജനിച്ചിരുന്നാലും 7 അവരുടെ ഭാഗ്യ നമ്പറായിട്ട് വരുന്നത്. അതല്ലാതെ തന്നെ ഓരോരുത്തരുടെ പേരുകൾ എഴുതി കൂട്ടിയാൽ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ നമ്മൾ A മുതൽ Z വരെയുള്ള സംഖ്യകൾ നമ്മൾ കണക്കിലെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് A മുതൽ A, B, C, D, E ഈ അക്ഷരങ്ങളെല്ലാം അക്ഷരങ്ങളെല്ലാം വരുന്ന സംഖ്യകൾ 1 മുതൽ ക്രമമായിട്ട് 1, 2, 3, 4, 5 എന്നുള്ള സംഖ്യകളാണ് നമുക്ക് വരിക. അതേസമയത്ത് F 8 സംഖ്യ, G 3, H 5, I 1, J 1, K 2, L 3, M 4, N 5, O 7, P 8, P Q 1, R 2, S 3, T 4, U 6, V 6, W 6, X 5, Y 1, Z 7 ഇങ്ങനെയാണ് നമ്മുടെ ഈ ഇംഗ്ലീഷ് അക്ഷരമാലയുടെ അക്ഷരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സംഖ്യകൾ. ഇതൊന്ന് നിങ്ങൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ അക്ഷരങ്ങളും സംഖ്യകളും ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ്. വിലയിരുത്തിയതിന് ശേഷം നിങ്ങളുടെ പേരുകൾ എഴുതി, പേരിൻ്റെ ഓരോ അക്ഷരങ്ങളും എഴുതി കൂട്ടുക. ഉദാഹരണമായിട്ട് ഞാനൊരു പേര് പറയാം. ഉദാഹരണമായിട്ട് എൻ്റെ പേര് തന്നെ എടുക്കുക. R സുദർശനൻ ജ്യോത്സ്യർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ ആകെ എഴുതി കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണോ അത് 7 സംഖ്യയായിട്ട് വരും. ഈ 7 എന്നുള്ള സംഖ്യ നമ്മൾ നോക്കിയാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ നമുക്ക് മറ്റു തരത്തിലുള്ള ഓരോ പേരുകളും എഴുതി കൂട്ടിയാൽ കിട്ടുന്നത് 7 സംഖ്യ എന്നുണ്ടെങ്കിലും അങ്ങനെ ഓരോന്നോരോന്ന് എഴുതി കൂട്ടി സംഖ്യകൾ തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെയും ഓരോ അക്കങ്ങളും നമ്മൾ എഴുതി കൂട്ടുമ്പോൾ അത് തെറ്റാതിരിക്കാൻ ശ്രമിക്കണം. നമ്മൾ എന്താണ് നമ്മുടെ വിളിപ്പേര് പ്രധാനമായിട്ട് ഇനിഷ്യലോടുകൂടി ചേർത്ത് വരുന്നതായ വിളിപ്പേര് എന്താണോ അതാണ് നമുക്ക് പ്രധാനമായിട്ട് വരേണ്ടത്. ഈ 7 എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദൈവികമായ സംഖ്യയും ഒരു ഗുപ്തസംഖ്യയുമായിട്ടാണ് ഇതിനെ സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ ഗുപ്തസംഖ്യയ്ക്ക് നമുക്ക് ലഭിക്കുന്നതായ ഫലങ്ങളെന്ന് കൂടി നമുക്കൊന്ന് വിലയിരുത്താം. പ്രധാനമായിട്ടും ഈ സംഖ്യയുള്ള ആൾക്കാർ നല്ല ആജ്ഞാശക്തി ഉള്ളവരും ജ്ഞാനസമ്പന്നരുമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ ഖുറാൻ, ബൈബിള്, മഹാഭാരതം തുടങ്ങിയിരിക്കുന്ന പല പല പൗരാണികമായ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ആ ശാസ്ത്രശാഖകളിൽ തന്നെ നമുക്ക് ഒരുപാട് 7 എന്ന് പറയുന്ന ഗുപ്തസംഖ്യയെപ്പറ്റി ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ടെന്നും അത് ദൈവികമായ ഒരു സംഖ്യയാണെന്നും അതിനകത്ത് ഒരുപാട് പ്രവചന സാധ്യതയുള്ള സംഖ്യയാണെന്നും അത് പ്രവചിച്ചാൽ ആ സംഖ്യക്കാരൻ, അതായത് 7 എന്ന് പറയുന്നതായ ആ ഭാഗ്യ നമ്പർ വരുന്നയാൾ ഏതെങ്കിലും പ്രവചിച്ചാൽ തന്നെ ആ ഫലം വളരെ ശക്തിമുക്തമായിട്ട് നിലനിൽക്കുന്നതാണെന്നും അതുപോലെ തന്നെ ജ്യോതിഷം, താന്ത്രികം, വൈദ്യശാസ്ത്രം തുടങ്ങിയിരിക്കുന്ന ഗുപ്തസംഖ്യകളും ഗുപ്തമായിരിക്കുന്ന വിദ്യ അറിയുന്നവനും മറ്റു ഗുണഗണങ്ങളും അയാളിൽ നിക്ഷിപ്തമായിരിക്കുന്നതായിട്ടാണ് ഈ 7 എന്ന് പറയുന്ന സംഖ്യയെപ്പറ്റി ആചാര്യന്മാർ വിലയിരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സംഖ്യ വിശേഷിച്ചും പറയുന്നത് ഏതൊരു രംഗത്തും പ്രവേശിച്ചാൽ അദ്ദേഹത്തിന് അതിൻ്റെതായ നിലവാരം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനും വിശേഷിച്ചും പ്രാഗൽഭ്യം വ്യക്തിത്വം അവിടെ തെളിയിപ്പിക്കുന്നതിനൊരു പ്രധാന, ഏതൊരു മേഖലയിലായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തെളിയിപ്പിക്കാൻ ഒരു പ്രധാന സംഖ്യയാണ് ഈ 7 എന്നുള്ളവരാണ്. ധനസമ്പാദനത്തിലും ധനപരമായ മേഖലകളിലെല്ലാം അവർ തൻ്റെ വ്യക്തിമുക്ത, അവിടെ വിശേഷിച്ചും പുറം രാജ്യങ്ങളിൽ പോയി പോലും അവർ സമ്പന്നരാകുന്നതും അത് ഈ വ്യവസായവും അല്ലെങ്കിൽ ഉദ്യോഗം
മുതലായിരിക്കുന്ന കാര്യങ്ങളും അവിടുത്തെ രാജ്യവുമായിട്ടുള്ള ബന്ധങ്ങളും ആ രാജ്യത്തിൻ്റെ അധിപതികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും കപ്പൽ, വിമാനം മുതലായിരിക്കുന്ന ഉയർന്ന വാഹനങ്ങളിലേക്കുള്ള യാത്രകൾക്കും അത് സ്വന്തമാക്കാൻ പോലും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരുമായിട്ട് തീരുമെന്നാണ് ഈ പറയുന്നതായ 7 എന്ന് പറയുന്ന സംഖ്യയുടെ വിശേഷങ്ങൾ. ഇനി എല്ലാവർക്കും വിമാനവും കപ്പലും ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും അതിൽ കൂടെ യാത്ര ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും മാത്രമല്ല അതിൽ മറ്റുള്ള ആ രാജ്യത്തിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധം പുലർത്താനും അവരുമായിട്ട് പല സാഹചര്യങ്ങളിൽ ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരാനും അവരുമായിട്ടൊരു ബിസിനസ് മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കാനും ഒക്കെ കഴിവുണ്ട്. ഇനി അതല്ല നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ നിന്നുകൊണ്ട് തന്നെ പല ബിസിനസ്സുകളും മുന്നോട്ട് നിൽക്കാനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനും അങ്ങനെ വലിയ സാമ്പത്തികമായ ഉന്നതി കൈവരിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ടെന്നും ഏതൊരു കാലങ്ങളും വിജയിപ്പിക്കാനും ആശയസമ്പത്തും സുലഭമായിട്ട് ഈ സംഖ്യക്കാർക്ക് കഴിയുമെന്നാണ്. സഞ്ചാരപ്രിയരും കൂടെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഖ്യയാണ് ഈ 7 അഥവാ 7 എന്ന് പറയുന്ന സംഖ്യ. അത് ഇവർ കഴിയുമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും അവരെ ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞാലും അത് ആജ്ഞാപിച്ചാലും അത് അതേപടി അത് നിലനിർത്തി അതിനെ കൈകാര്യം ചെയ്യുന്നതിനും മറ്റുള്ളവർ അതിനനുസരിക്കുന്നതിനും ഒക്കെ കഴിയുന്നതായ ഒരു സംഖ്യയാണ് 7 എന്നുള്ളതാണ്. അപ്പോൾ ഈ 7 എന്ന് പറയുന്ന സംഖ്യക്കാർ എന്ത് വേണം? ഏതൊരു കാര്യത്തിനും അവർ ആരംഭിക്കുമ്പോഴും ഈ 7 എന്നുള്ള സംഖ്യയെ പിടിച്ചു പോകണം. 7 എന്നുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് 7 എന്നുള്ള തീയതി വരുന്നു, ഒന്ന് 16 വരുന്നതോ 25 വരുന്നതോ അതല്ലെങ്കിൽ 7 വരുന്നതോ ഈ തീയതികളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നതും ഗ്രഹനിർമ്മാണം ആരംഭിക്കുന്നതും ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതും വിദ്യാരംഭത്തിനും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മുഹൂർത്തം നോക്കി വിദ്യാരംഭം കുറിക്കുന്നതിനും അതല്ല നമുക്ക് ഔദ്യോഗിക മേഖലകളിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒരു ഗൃഹാരംഭത്തിനും വാഹനം നമ്മൾ വാങ്ങിക്കുന്നതിനും അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ നമ്മളൊരു ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു മുഹൂർത്തം കിട്ടിയില്ലെങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ 7 വരുന്ന സംയുക്ത സംഖ്യയെ കൂട്ടിയാൽ 7 വരുന്നതാണെങ്കിൽ ആ 7 എന്നുള്ള സംഖ്യയെ പിടിച്ച് പോയാലും വിശേഷിച്ചും നിരന്തരമായ ഭാഗ്യക്കുറിയൊക്കെ നമുക്ക് ഒരു ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നതും ഈ സംഖ്യയിൽ കൂടി മുന്നോട്ട് പോയാൽ അത് കാലക്രമത്തിൽ ആ ഭാഗ്യം നമുക്ക് ലഭിക്കുമെന്നുള്ളതും ഒക്കെ ഇതിനകത്ത് വളരെ പ്രധാന ഘടകങ്ങളാണ്. അപ്പോൾ ഈ സംഖ്യയെ കൊണ്ട് നമുക്ക് വളരെ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സംഖ്യ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിക്കുന്നു എന്ന് വിചാരിക്കേണ്ട, അതൊരു ഗുപ്തമായ സംഖ്യയാണെന്നും നിഗൂഢങ്ങളായ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇടയുള്ള ഒരാളാണെന്നും അതിൽ കൂടി വളരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും ഒക്കെയാണ്. ഇപ്പോൾ വിദേശങ്ങളിൽ എല്ലാ ജനങ്ങളുമായിട്ടും പ്രിയം സ്ഥാപിക്കുന്നതിനും പ്രിയം പറയുന്നതിനും സാഹിത്യം, കല, സംഗീതം മുതലായിരിക്കുന്ന ശാസ്ത്രശാഖകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ കലാപോഷണത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന് ബിരുദങ്ങൾ തന്നെ കരസ്ഥമാക്കാനോ അതിൽ പ്രവർത്തിക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ആദരവ് തന്നെ കൈപ്പറ്റാനും ഒക്കെ തന്നെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് 7 എന്ന് പറയുന്ന സംഖ്യ. അപ്പോൾ നല്ലൊരു സംഖ്യയായിട്ടാണ് ഈ 7 എന്ന സംഖ്യയെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു ഭാഗ്യമുള്ള ഒരു സംഖ്യ തന്നെയാണ്. നിരന്തരമായ നമ്മൾ ആ 7 കടുപ്പിച്ച് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഇനിയിപ്പോൾ മറ്റൊരു മാർഗമുള്ളത് ഈ 7 എന്ന് പറയുന്ന സംഖ്യ കർക്കിടകൻ രാശിയെ പ്രതിനിധീകരിക്കുകയാണ്. ചന്ദ്രനാണ് ഇതിൻ്റെ ഗ്രഹം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ദേഹത്തിൻ്റെയും കാരകത്വവും മാതാവിൻ്റെയൊക്കെ കാരകത്വം ഇരിക്കുന്നു. മനസ്സ്, ബുദ്ധി, ദേഹം, രക്തം, സുഖം, അമ്മ, കൃഷി, വെള്ളം, നെല്ലും രാത്രിയും ചന്ദ്രനുപഥയിൽ എന്നുള്ളത് കൊണ്ട് ഈ ചന്ദ്രൻ ജാതകത്തിൽ നല്ല ബലവാനും കൂടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് അത് നയിക്കും എന്നുള്ളതിന് സംശയമില്ല. എന്തായാലും ചന്ദ്രൻ എന്നുള്ളത് മനസ്സിൻ്റെ ബലം, മനസ്സിന് വളരെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഈ 3 ഗുണങ്ങളെയും ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി അതിലും തൻ്റെ പ്രസരണശേഷി പുറത്തേക്ക് തള്ളി അതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കുന്ന നല്ല നല്ല ഭാഗ്യങ്ങളായി മാറുമെന്നുള്ളതാണ് ഈ ചന്ദ്രൻ്റെയും കാരണം രാജാനോ രവി ശീതകവും എന്നുള്ളത് കൊണ്ട് സൂര്യനും ചന്ദ്രനും നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ രാജാവും രാജ്ഞിയുമാണെന്നാണ് ആ ജ്യോതിശാസ്ത്ര നിഗമനം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ
ആ ചന്ദ്രൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ചന്ദ്രന് ബലമുണ്ടെങ്കിൽ, അത് മനസ്സിൻ്റെ ബലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതം വിജയപ്രാപ്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. മനസ്സിൻ്റെ ബലമാണ് എല്ലാത്തിനും ആധാരം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനം. ഇനി ആ കർക്കിടകൻ രാശിയുടേതായ സംഖ്യ എന്ന് പറയുന്നത് തന്നെ 7, 5, 12, 6 6ആണ് അതിൻ്റെ ഈ പറയുന്ന സംഖ്യ. 7ഉം 6ഉം കൂടെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ 13 എന്ന സംഖ്യ നമുക്ക് ലഭിക്കും. അതായത് നമ്മുടെ ഭാഗ്യസംഖ്യയും കർക്കിടകൻ രാശിയുടെ സംഖ്യയുമായിരിക്കുന്ന ആ 6ഉം കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 7ഉം 6ഉം 13 അപ്പോൾ അത് സംയുക്ത സംഖ്യ ഒന്ന് കൂട്ടിയാൽ 4 എന്നുള്ള സംഖ്യയും വരുമെന്നാണ്. ഇതും സംഖ്യയായിട്ട് നമുക്ക് എടുക്കുന്നതിലും ദോഷമില്ല എന്നുള്ള സൂചന കാണിക്കുന്നുണ്ടെന്നാണ്. ഇനി ഇതുണ്ടല്ലോ, നമ്മുടെ ആദ്യം നമ്മുടെ മൊത്തമുള്ള പിന്നെ വർഷം, മാസം, തീയതി ഇത് മൊത്തം എഴുതി വെച്ചിട്ട് അതിൽ നിന്നും 9, 7 കുറയ്ക്കുക. 9 മാസവും 7 തീയതിയും നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ, കുറച്ചിട്ട് അല്ലെങ്കിൽ 7 മാസവും 9 തീയതിയും നമ്മൾ കുറയ്ക്കണം. 7 മാസവും 9 തീയതിയും കുറച്ചാൽ ആ കുറച്ച് കിട്ടുന്ന സംഖ്യ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതും ഒരു ഭാഗ്യ നമ്പറായിട്ടാണ് കാണപ്പെടുന്നത്. ഇതും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഭാഗ്യനമ്പറിൻ്റെ ഭാഗ്യത്തെ സംബന്ധിച്ചും നാമാക്ഷര സംഖ്യയും ജന്മ ദിവസങ്ങളും മാസങ്ങളും വെച്ചുകൊണ്ടെടുക്കുന്ന സംഖ്യയൊക്കെ നമുക്ക് പ്രധാനമാക്കിയെടുക്കാം. ഈ നമ്മൾ പ്രധാനമായിട്ട് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ജാതകത്തിൽ ചന്ദ്രൻ്റെ ബലാബലങ്ങൾ കൂടി പരിശോധിച്ച് നോക്കണമെന്ന് നിങ്ങൾക്ക് കൊള്ളാം. അവിടെ ആ ചന്ദ്രന് ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് സംശയിക്കേണ്ട കാര്യം അവിടെ വരില്ല. വളരെ വളരെ നേട്ടങ്ങൾ അതുകൊണ്ട് നമുക്കുണ്ടാകും. പിന്നെ ആ ചന്ദ്രനാണെങ്കിൽ ആ ചന്ദ്രൻ നമുക്ക് ആദ്യം ജനിക്കുന്ന സമയത്ത് ആ ചന്ദ്രദശയിലാണ് നമ്മൾ ആദ്യമായിട്ട് ജനിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചന്ദ്രൻ നമുക്ക് എപ്പോഴാണോ ദശാകാലങ്ങളായിട്ട് വരുന്നത് ആ കാലവും നമുക്ക് വളരെ മെച്ചപ്പെട്ട വളരെ ഭാഗ്യാനുഭവങ്ങളെ കൊണ്ട് തരുന്നതായിരിക്കുമെന്ന് കൂടി നമുക്ക് യുക്തിസഹമായിട്ട് തന്നെ ഇവിടെ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഭാഗ്യ നമ്പർ നിങ്ങൾ നോക്കിയെടുക്കുക. നിങ്ങളെ പേര് ഏതാണെന്നും ആ പേരിൻ്റെ അക്ഷരങ്ങൾ അനുസരിച്ച് വരുന്ന സംഖ്യകൾ ഏതാണെന്നും ആ സംഖ്യ അനുസരിച്ച് നമുക്ക് ഏതാണ് നമ്മുടെ ഭാഗ്യ നമ്പരെന്നും നിങ്ങൾ കണ്ടെത്തുക. 7 ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെയാണ് നമുക്കതിന് ലഭിക്കുക. നല്ല ഐശ്വര്യവും മേന്മയും സമ്പത്തും ഗുണാനുഭവങ്ങളും വിദേശഭാഗ്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകാൻ വളരെ വഴിയുണ്ടെന്നും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇതിൽ ഈ ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കട്ടെ. അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. നല്ല ഫലങ്ങളെ കിട്ടും. ഓക്കെ, ഞാൻ തൽക്കാലം വിരമിക്കുന്നു. നമ്മൾ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം. പക്ഷേ സംശയങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് അടിച്ച് ചോദിക്കാം. പക്ഷേ അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്ന് വിചാരിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടരുത്. അതറിയാൻ കഴിയില്ല. ഓക്കെ, നല്ലത് വരട്ടെ. നമസ്കാരം.